എന്നാൽ UDFന്റെ കാര്യത്തിൽ മറിച്ചാണ്. മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥി ധാരണയായില്ലെങ്കിലും ആദ്യഘട്ട പട്ടിക ഉടൻ പ്രഖ്യാപനം നടത്താനാണ് UDFന്റെയും നീക്കം. ആദ്യഘട്ടം ഉടനെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. വാക്കുകളിലേക്ക്. ഞങ്ങൾ കാലയെ കൂട്ടി തന്നെ ഓരോ ഇടങ്ങളെ കുറിച്ചും ഞങ്ങൾ ആലോചന നടത്തിയിട്ടുണ്ട്. ആലോചന നടത്തി അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അപ്രൂവലാണ് ഏറ്റവും അവസാനമായി ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. അത് അന്തിമമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സീറ്റിനെ സംബന്ധിച്ച് ഇന്ന ആളുകൾ ഇന്ന സ്ഥലത്ത് മത്സരിക്കും എന്ന് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. മുന്നണിയിൽ തർക്കങ്ങളില്ലെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് താമസമുണ്ടാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അതനുസരിച്ച് ഉടൻ തന്നെ പല ഘട്ടങ്ങളായിട്ട് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാവും. വെച്ച് മാറുന്നതൊക്കെ ഫൈനൽ ഘട്ടത്തിലാണ്. 1 മണിക്കൂർ ഇരുന്നാൽ തീരും. അത് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയേ ഉള്ളൂ. വാശിയൊന്നും പിടിക്കണില്ല ആരും. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാൻ അല്പം വൈകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കൺവീനർ ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും പറയുന്നത്. ചില സീറ്റുകളിൽ ഒറ്റപ്പേരിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡൽഹിയിൽ വലിയ തരത്തിലുള്ള തിരക്കിട്ട ചർച്ചകളാണ് ഇക്കാര്യത്തിൽ നടന്നത്. എന്നിട്ട് പോലും പലയിടത്തും ഒറ്റപ്പേരിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുൻപ് ഇപ്പോൾ ഈ അടുത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടന്ന സമയത്ത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചൊരു മേൽക്കൈ നേടിയിരുന്നു UDF. ഇവിടെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDFനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. അവിടെ ഇത്തരം ഒരു കാലതാമസം വരുന്നു എന്നുള്ളത് അവരെ ഏത് രീതിയിലാകും ബാധിക്കുക? എപ്പോഴേക്ക് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് വ്യക്തമാകുന്നത്? സ്വാതി, 50 പേരുടെ ഒരു പട്ടിക നാളെയാണ് പ്രഖ്യാപിക്കുക. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും. പല ഘട്ടങ്ങളിലായി പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അങ്ങനെ തന്നെയായിരിക്കും പ്രഖ്യാപിക്കും. 50 പേരുടെ പട്ടിക തയ്യാറാണ്. അതിൽ സിറ്റിംഗ് MLA മാർ ഉണ്ട് എന്നുള്ളതാണ്. സിറ്റിംഗ് MLA മാരിലും 2 ഇടത്ത് മാത്രമാണ് മാറ്റമുണ്ടാവുക. അത് തൃപ്പൂണിത്തുറയും അതോടൊപ്പം തന്നെ പാലക്കാടുമാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണം ആ കേസിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതാണ്. K ബാബു മത്സരിക്കുന്നില്ല എന്ന നേതൃത്വം അറിയിക്കുകയും പിന്നീട് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയുമായിരുന്നു. എന്തായാലും മറ്റ് MLA മാർ എല്ലാവർക്കും മത്സരിക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. പട്ടിക അംഗീകരിക്കുകയും ചെയ്തു. അതിൽ എൽദോസ് കുന്നപ്പള്ളിയാണ് ഏറ്റവും ഒടുവിൽ ചർച്ചയായത്. അദ്ദേഹത്തിന്റെ പേരിലും ഒരു ലൈംഗികാരോപണ കേസുണ്ട്. അതുകൊണ്ട് ആ എൽദോസ് കുന്നപ്പള്ളിക്ക് ഇത്തവണ സീറ്റില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വാർത്തകൾ. പക്ഷേ അദ്ദേഹവും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അമ്പലപ്പുഴയിൽ UDFന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അവിടെ G സുധാകരൻ CPM വിട്ട് സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ നേരത്തെ തത്വത്തിൽ, അതായത് ഒരു പ്രാഥമിക ചർച്ചയിൽ തീരുമാനമായിരുന്നു. അതിൽ ഇന്ന് തീരുമാനമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നാളെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. നിലവിലെ സൂചനകൾ പ്രകാരം അവിടെ UDFന് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അവിടെ G സുധാകരനെ പിന്തുണയ്ക്കാൻ നേരത്തെ തീരുമാനം തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മറ്റൊന്ന്, MP മാർ മത്സരിക്കുമോ എന്നുള്ള കാര്യമാണ്. K സുധാകരൻ വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോയിരുന്നു. മത്സരിക്കും എന്ന് പരസ്യമായി തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന് നേരത്തെ ഹൈക്കമാൻഡ് തീരുമാനിച്ചതാണ്. KPCC ആണ് ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് മത്സരിക്കും എന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു പ്രതികരണം K സുധാകരന്റെ ഭാഗത്തു നിന്നും വന്നത്. അതിനെതിരെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. സ്വയം ആരും സ്ഥാനത്തും പ്രഖ്യാപിക്കേണ്ടതില്ല എന്നാണ് പറയുകയും ചെയ്തത്. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് അത് CMBക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം നേരത്തെ എടുത്തതാണ്. അത് ഇപ്പോഴും തുടരുന്നു. CP ജോൺ പല കാലങ്ങളിലായി മുന്നണിയിലുണ്ട്. അപ്പോൾ അദ്ദേഹം പലയിടത്തും മത്സരിച്ചിട്ടും ജയിച്ചിരുന്നില്ല. ഇത്തവണ ആന്റണി രാജു കേസിൽപ്പെട്ട MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ കോൺഗ്രസിന് UDFന് ഒരു സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി തന്നെയാണ് UDFന്റെ ഘടകകക്ഷിയായ CMBയിലെ CP ജോണിനെ അവിടെ മത്സരിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത്. അവസാന ഘട്ടവും പക്ഷേ VS ശിവകുമാർ ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഒടുവിൽ അരുവിക്കര സീറ്റിലേക്ക് പരിഗണിക്കാമെന്ന് പാർട്ടി പറഞ്ഞെങ്കിലും അദ്ദേഹം വഴങ്ങിയിരുന്നില്ല. നിലവിൽ തന്നെ BJP അദ്ദേഹവുമായി ചർച്ച നടത്തിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ തന്നെ മത്സരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മണ്ഡലം വിട്ട് എവിടേക്കും ഒളിച്ചോടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തതാണ്. മറ്റൊന്ന് വർക്കല സീറ്റാണ്. വർക്കല സീറ്റിൽ അവിടെ SS ലാലിനെ പരിഗണിക്കണമെന്ന ശിവഗിരി മഠം ആവശ്യപ്പെട്ടതാണ്. അതിന്റെ പ്രകാരം അവിടെ SS ലാലിനെ പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിയമമാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. അവിടെ BJP ഒരു തവണ ജയിച്ച മണ്ഡലമാണ്. അവിടെ ശക്തനായ സ്ഥാനാർത്ഥി വേണം എന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്ന അഭിപ്രായം. പക്ഷേ പിന്നീട് വൈഷ്ണവ സുരേഷിനെ അടക്കം അവിടെ പരിഗണിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരു ദുർബല സ്ഥാനാർത്ഥി വന്നാൽ BJP ജയിച്ചാൽ അത് UDFും BJP തമ്മിൽ ഡീലാണെന്നായിരിക്കും CPMന്റെ ഒരു പ്രചാരണം അല്ലെങ്കിൽ അവരുടെ പ്രതികരണം. അതുകൊണ്ട് ആ സീറ്റിലേക്ക് ശബരി
അതിന് പരിഗണിക്കാൻ തീരുമാനം. അങ്ങനെ നിർണായകമായ ചില സീറ്റുകളിലേക്ക് ഉള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് കൊടുങ്ങല്ലൂരിലായിരിക്കും മത്സരിക്കുക. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം KSU സംസ്ഥാന അധ്യക്ഷ സീറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. പീരുമേട്ടിൽ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നെങ്കിലും പ്രാദേശിക വികാരം മാനിച്ച് അവിടെ പരിഗണിക്കില്ല എന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്തകൾ. എന്തായാലും KSU സംസ്ഥാന അധ്യക്ഷൻ ഇത്തവണ മത്സരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി KSUവിന്റെ സംസ്ഥാന അധ്യക്ഷന്മാർ എല്ലാ തെരഞ്ഞെടുപ്പും മത്സരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അലോഷിക്ക് സീറ്റ് ഇല്ലെങ്കിൽ അത് ആദ്യമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ സമീപകാലത്ത് ആദ്യമായിട്ടായിരിക്കും KSU സംസ്ഥാന അധ്യക്ഷന് സീറ്റില്ലാതെ പോകുന്നത്. അങ്ങനെ നിർണായകമായ ചില ചർച്ചകൾ കൂടി പൂർത്തിയാക്കാറുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം, ആദ്യഘട്ട പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം.